റമദാനിൽ ഒരുപാട് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ കാലമാണ്. പിശാചിനെ ചങ്ങലക്കിടുന്ന കാലമാണ്. ആ കാലത്ത് നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയാൽ അതങ്ങനെ തന്നെ അങ്ങ് തുടരാൻ സൗകര്യപ്പെടുമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ റമദാൻ ആകാൻ കാത്തിക്കണ്ട. ചില ആളുകൾ അങ്ങനെയാണ്, റമദാൻ വരട്ടെ റമദാൻ വരട്ടെ റമദാൻ വരട്ടെ എന്ന് വെച്ച് കാത്തു നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോ നമുക്ക് റമദാൻ എത്തിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ നമ്മൾ റമദാനിൽ എത്തിക്കൊള്ളണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ മുഖത്തിൽ ദുആ ചെയ്തില്ലേ ഹാഫിദ് മസൂദ് സഖാഫിക്ക് വേണ്ടി സിറാജുൽ ഹുദയുടെ കീഴിൽ പാറക്കടവിൽ റമദാൻ പ്രഭാഷണത്തിന്, ഖുർആൻ പ്രഭാഷണത്തിന് അതേ മസൂദ് സഖാഫിയെ ബുക്ക് ചെയ്ത് ഡേറ്റ് ഏൽപ്പിച്ചതാണ്. റമദാനിൽ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഖുർആൻ പ്രഭാഷണം കേൾക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ പണ്ഡിതൻ റമദാനെത്താൻ കാത്തു നിന്നോ? ഇല്ല. ഇന്ന് കർണാടകയിൽ വഅദ് പറയേണ്ടതാണ്. പക്ഷേ ആ വഅദിന്റെ മജ്ലിസിലേക്ക് വന്നോ? ഇല്ല ഇല്ല. മുഅ്മിനീങ്ങളെ ഖൽബിൽ ഹിദായത്തിന് വഴി തുറക്കാനും നന്മയുടെ ചിന്തയുണ്ടാക്കാനും അതിന്റെ ആയുസ്സിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ചെലവഴിച്ച് അതിന്റെ ഉപദേശങ്ങൾ നൽകിയിട്ട് ജീവിച്ചു പോയ, അതിലായി നിരന്തരമായി മുന്നോട്ട് പോകുമ്പോ നാളെ എനിക്ക് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് കൊടുത്തത്. ഈ റമദാനിൽ ഖുർആൻ പ്രഭാഷണം നടത്താമെന്ന ധാരണയിലാണ് ഡേറ്റ് കൊടുത്തത്. പക്ഷേ റബ്ബിന്റെ തീരുമാനം വന്നാൽ ഒരു നിവൃത്തിയുമില്ലല്ലോ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. രാത്രി വഴതും കഴിഞ്ഞ് പാതിരാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് വിശ്രമിച്ച് എഴുന്നേൽക്കുമ്പോഴേക്ക് ദേഹാസ്വസ്ഥം വന്നിട്ട് അതേ ആ സമയത്തു തന്നെ സുബഹിയുടെ സമയത്ത് റബ്ബിന്റെ റഹ്മത്തിലേക്ക് അവന്റെ ഖളാ പ്രകാരം തിരിച്ചു നടക്കുമ്പോ ഭാര്യക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ? ശിഷ്യന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ? മക്കൾക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ? അയൽക്കാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. ഒരു സെക്കൻഡും മാറ്റി നിർത്താൻ കഴിയൂലല്ലോ. ആ നിലക്ക് കാര്യം അവസാനിക്കുമല്ലോ. ഇത് പാഠമല്ലേ? ഇന്ന് നിങ്ങളോട് വഅദ് പറയുന്ന റാഷിദിന് പാഠമല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇബ്റത്തല്ലയോ? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ, കാവല് നൽകട്ടെ. അമലുകളൊന്നുമില്ലാത്ത നമുക്ക് പെട്ടെന്നങ്ങ് മരിച്ചാൽ ബേജാറാണ്. മസൂദ് സഖാഫിക്ക് പ്രശ്നമില്ല. ഇൽമിന്റെ ഖിദ്മത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നസീഹത്തുകൾ നടത്തിയിട്ടുണ്ട്. മരണവിവരം അറിഞ്ഞപ്പോ എന്നോട് ഒരുപാട് ആള് വാട്സപ്പിൽ വോയിസ് ഇട്ടിട്ടും അല്ലാതെയും പറഞ്ഞ വാചകം, ഞാൻ സ്ഥിരമായി കേൾക്കുന്ന വഅദ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അത് ആഖിറത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ്. ചെറിയ പ്രായമേ ഉള്ളൂ, അധികം പ്രായമായിട്ടില്ല. ആ ചെറിയ കാലത്തിന്റെ ഇടയില് ഒരുപാട് ഖൈറാത്തുകൾ ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കി, ഉസ്താദുമാരെ പൊരുത്തം നേടി. മരിച്ചുപോയ മർഹൂം ചെറിയ പി ഉസ്താദിന്റെ ശിഷ്യനാണ്, സുൽത്താനുൽ ഉലമയുടെ ശിഷ്യനാണ്. ആ ഗുരുവര്യന്മാരുടെയൊക്കെ മനസ്സറിഞ്ഞ പൊരുത്തവും സന്തോഷവും ഒക്കെ സമ്പാദിച്ച് ജീവിതകാലത്ത് തന്നെ അതിനുള്ള പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ദീനിന്റെ ഖിദ്മത്തിലായി അങ്ങ് നിൽക്കുമ്പോ ലോകത്ത് നിന്ന് പിരിയുമ്പോ അത് സമാധാനമാണല്ലോ, സന്തോഷമാണല്ലോ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഇന്ന് ആദ്യ രാത്രിയാണ് ഖബറിൽ, ആ ഖബറിൽ സന്തോഷമായി നൽകണേ അല്ലാ, ഈനാസായി നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ വാതില ഖബറിലേക്ക് തുറക്കണേ അല്ലാ. 4 ദിവസം മുമ്പ് കാസർഗോഡ് വഅദ് പറയാൻ വരുമ്പോ അതേ ട്രെയിനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനും അദ്ദേഹവും
നേരിട്ട് സംസാരിച്ചിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി ദുആ വസിയത്തോടെ മുസാഫഹത്തും ചെയ്ത് പിരിഞ്ഞതാണ്. ആ പിരിച്ചിൽ അവസാനത്തെ പിരിച്ചിലാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല, നമ്മൾ ധരിച്ചിട്ടില്ല, നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. പക്ഷേ വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു, നമ്മുടെ കാൽക്കുലേഷന്റെ അപ്പുറത്ത്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അല്ലാഹു എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, കണക്ക് കൂട്ടുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കുടുംബം ചെറിയ മക്കളാണ്, ഭാര്യയുണ്ട്, കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ നീ നല്ല ക്ഷമ നൽകണേ റഹ്മാനെ. ആ പിതാവിന്റെ അഭാവം ഒരു പ്രയാസമാകാതെ സന്തോഷകരമായി ജീവിച്ചു പോകാൻ നീ അവസരം നൽകണേ അല്ലാ. ഞങ്ങൾക്കും നീ നല്ല ഒരു സമയവും നല്ലതുമായും ബന്ധപ്പെടുന്നതിനോട് ചേർന്നുകൊണ്ട് നല്ല റാഹത്തിലെ ഹക്കടപാടുകളെ മുഴുവനും പൂർത്തിയാക്കി വസിയത്തുകളും ചെയ്ത് എല്ലാ നിലക്കും നസൂഹായ തൗബയും ചെയ്ത് നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ റമദാനിങ് വരട്ടെ, എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കാൻ ഒരവസരവും ഇല്ല എന്ന് പറയാനുള്ള ബോധ്യപ്പെടുത്തലാണ് ഇത്തരം സംഭവങ്ങള്. അതുകൊണ്ട് ഈ വാഴ കഴിഞ്ഞത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളും മാറ്റമുണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നാളത്തെ പകല് മുതല് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ ഇന്ന് രാത്രി തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൽ പതിവാക്കി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇന്ന് നാളത്തെ പകല് മുതൽ എല്ലാ റവാത്തിബ് നിസ്കാരവും ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് തീരുമാനിച്ചു തുടങ്ങിയാൽ 5 നേരത്തെ നിസ്കാരം വലിയ ബഹുമാനമുള്ളതാണ്. ആ നിസ്കാരത്തിനു ശേഷമുള്ള അദ്കാറുകളോ അത് അതേ നരകത്തിൽ നിന്ന് മോചനത്തിന് വഴി തുറക്കുന്നതാണ്. നമ്മുടെ ഹസനാത്തിന്റെ തുലാസിന് കട്ടികൂടാനുള്ള വകുപ്പുള്ളതാണ്. മുത്തുനബിയുടെ ഹദീസുകൾ അതിന്റെ ഫളായിലുകൾ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല. ആ നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ ഒന്ന് കൃത്യമായി ചെല്ലാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കണം. തിരക്ക് കൂട്ടി എവിടേക്കും പോകണ്ട, തിരക്കെല്ലാം അവസാനിക്കുന്ന സമയം വരും എന്ന തോന്നലിൽ ആ നിസ്കാരത്തിൽ ഇരുന്ന ഇരിപ്പിൽ തന്നെ പറ്റുമോ? നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ 3 വട്ടം ചൊല്ലിക്കോളൂ.